ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ പലരും പല രീതിയിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഗോളായിരിക്കും. ചില ആളുകൾ നല്ല ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫിറ്റ്നസ് ഒക്കെ ഫോക്കസ് ചെയ്ത് ഡയറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. എന്നാലും ചില ആളുകൾ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളത് കൊണ്ട് മാത്രം ഡയറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ചില ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് വന്ന് എന്തെങ്കിലും അസുഖങ്ങളെല്ലാം വന്ന് അത് മാറണം എന്ന രീതിയിൽ ഡയറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇത് എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഡയറ്റിംഗ് എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. എന്തുകൊണ്ട് നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൂടാ? ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാത്രം ഡയറ്റ് എടുക്കാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഡയറ്റ് എടുക്കുന്ന സമയത്തിലുപരി നമുക്ക് മൊത്തത്തിൽ ഒരു ലൈഫിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് പോകാനായിട്ട് പറ്റില്ലേ? അതിന് നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ ഹെൽത്ത് വൈസ് ഫിറ്റ് ആവുക എന്നുള്ളതാണ്. ഹെൽത്ത് വൈസ് മാത്രമല്ല, നമ്മൾ മെന്റലിയും ഇമോഷണലി ഒക്കെ ഫിറ്റ് ആകുന്ന സമയത്താണ് നമ്മൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് ലീഡ് ചെയ്യാനായിട്ട് പറ്റുക. ഇപ്പൊ ആളുകൾ ഡയറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണല്ലോ. അത് നമുക്ക് നേരത്തെ തന്നെ ഇപ്പോൾ ഇനിയുള്ള ജനറേഷനാണെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ ഇപ്പോഴുള്ള ജനറേഷനിലാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലാണെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള മൂവ്മെന്റ്സ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിലാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ മെൻ്റൽ ഹെൽത്തിന് ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് സെൽഫായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുക. ഇങ്ങനത്തുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ ഒരു സിറ്റുവേഷൻ വരാൻ, അതായത് നമുക്കൊരു അസുഖങ്ങൾ വരാനോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ വാശിയുടെ പേരിൽ ഒരു ഡയറ്റിങ് തുടങ്ങുകയോ ചെയ്യാതെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ലൈഫ് സ്റ്റൈലിൽ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോങ് ടേം ഹെൽത്തി ആയിട്ട് പോകാനും പറ്റും. കുറച്ചുകൂടെ മെന്റലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ആളുകൾ ഫിസിക്കലിയും മെന്റലിയും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നിന്നൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. താങ്ക് യു.